ഹായ് എല്ലാവർക്കും ഈദ് മുബാറക്. അപ്പോൾ നമ്മൾ പെരുന്നാൾ നമ്മളെ തറവാട് വീട്ടിലാണ് കേട്ടോ പെരുന്നാൾ കഴിക്കുന്നത്. അപ്പോൾ ആ പെരുന്നാളിൻ്റെ തലേ ദിവസം വൈകുന്നേരമാണ് നമ്മൾ ഇങ്ങോട്ട് വീട്ടിലേക്ക് വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എല്ലാവർക്കും മൈലാഞ്ചി ഒക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട് ചിഞ്ചുമോള്. നമുക്ക് പിന്നെ അപ്പോഴൊന്നും മൈലാഞ്ചി ഇടാനൊന്നും പറ്റൂല, നമുക്ക് നമ്മളതായിട്ടുള്ള ജോലിയും കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ. അങ്ങനെ ഫൈനലി ഞാനും മൈലാഞ്ചി ഒക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ പിന്നെ പെരുന്നാൾ ദിവസം രാവിലെയാണ് പിന്നെ വീഡിയോ എടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ചിക്കൻ ബിരിയാണിയാണ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ബിരിയാണിയൊക്കെ ദമ്മിലാക്കി പിന്നെ അപ്പിയും കുട്ടികളും പള്ളിയിൽ പോകാൻ ഇറങ്ങിയതാണ്. അപ്പോൾ മക്കളെ പാൻറ്റിൻ്റെ കാല് കണ്ടിട്ടേ ഇമ്മ വഴക്ക് പറയാണ്, നിസ്കാരം ശരിയാവില്ല, പാൻറ്റിൻ്റെ കാല് മടക്കി വെക്കാനൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ അപ്പിയും കുട്ടികളും പള്ളിയിലൊക്കെ പോയി. പിന്നെ ഒരു പള്ളി കഴിഞ്ഞ് വരുമ്പോഴത്തേന് ചോറൊക്കെ റെഡി ആയിട്ടുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞല്ലോ ചിക്കൻ ബിരിയാണിയും ബീഫ് വരട്ടിയതൊക്കെ കേട്ടോ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. പിന്നെ പായസം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു, ചെറുപയർ പരിപ്പും അതുപോലെ ഉണക്കലരിയൊക്കെ വെച്ചിട്ടുള്ള പായസമാട്ടോ ഉണ്ടാക്കിയത്. അങ്ങനെ മക്കൾ പള്ളിയിൽ നിന്നൊക്കെ വന്ന് പിന്നെ ഞങ്ങളെല്ലാവരും ഒരുമിച്ചിരുന്ന് ബിരിയാണിയൊക്കെ കഴിച്ചു. ബിരിയാണി വിട്ടിട്ടൊരു കളിയില്ലല്ലേ, അധികം പെരുന്നാൾക്ക് നമ്മൾ ബിരിയാണി തന്നെയാട്ടോ ഉണ്ടാക്കൽ, അല്ലെങ്കിൽ നെയ്ച്ചോറ്. പിന്നെ മന്തിയൊന്നും ആകുമ്പോൾ ഉപ്പാക്കൊന്നും വലിയ ഇഷ്ടമൊന്നുമില്ല, അപ്പോൾ നമ്മൾ ബിരിയാണിമ്മ പിടിക്കലാട്ടോ. അങ്ങനെ കുട്ടികൾക്കൊക്കെ ഫുഡൊക്കെ കൊടുത്തു. പിന്നെ നാത്തൂൻ്റെ വീട്ടിലൊന്ന് പോയിട്ടുണ്ടേനും. ഇതൊക്കെ തന്നെയാണ് ഞങ്ങളെ പെരുന്നാൾ കേട്ടോ. അത് കഴിഞ്ഞിട്ട് പിന്നെ എൻ്റെ വീട്ടിൽ പോവും. പിന്നെ കുറേ ഫോട്ടോസൊക്കെ എടുത്ത്. അപ്പോൾ ഇനി ലോങ് വീഡിയോ ആയിട്ട് നാളെ വരണ്ടേ ഇൻഷാ അല്ലാ. താങ്ക് യു.